നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ, ഇതുവരെ പുറത്തുവന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, പ്രതികരണങ്ങൾ, ഇതെല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വളരെ വിശദമായി എത്തും. ഏഷ്യ കപ്പ് വിശേഷങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ മികച്ച സ്കോർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ബാറ്റ് ചെയ്യുകയാണ്. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലം തകർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ച് പൊതുമരാമത്ത് വകുപ്പ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ശ്രീജിത്ത്, ഓവർസിയർ യതിൻ കുമാർ എന്നിവർക്കെതിരായ നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ 2 പേർക്ക് ജീവൻ നഷ്ടമായ അപകടമാണ്. വലിയ ഞെട്ടലോടുകൂടി കേരളം കേട്ടൊരു അപകടമാണ്. അന്ന് ഉദ്യോഗസ്ഥ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടിയിലേക്കൊക്കെ കടന്നത്. ഇപ്പോൾ നടപടി പിൻവലിക്കുന്നത് എന്തുകൊണ്ടാണ്? കരാറുകാരനെതിരായ നടപടി എങ്ങനെയായിരിക്കും ഉമേഷ് ബാലകൃഷ്ണൻ? എപ്പോഴും കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി അത് പിൻവലിച്ചിട്ടില്ല. നിലവിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി മാത്രമാണ് പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടാവുകയും 2 തൊഴിലാളികൾക്ക് ദാരുണ അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. അതിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 3 പേർക്ക് സസ്പെൻഡ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ശ്രീജിത്ത്, ഓവർസിയർ യതിൻ കുമാർ എന്നിവരെയായിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ഇവർ സർക്കാരിന് അപേക്ഷ നൽകി. തങ്ങൾ ബോധപൂർവം വകുപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കളങ്കവും വരുത്തിയിട്ടില്ല, ജോലിയിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, ഇത്തരത്തിൽ അപകടത്തിന് കാരണമാകുന്ന തരത്തിൽ ബോധപൂർവം ഒരു പ്രവൃത്തിയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള സസ്പെൻഷൻ തങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടായെന്നും സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന് ഇവർ സർക്കാരിനോട് അപേക്ഷിച്ചു. ഈ അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർവീസിൽ തിരിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ഇവർ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചാലും ഇവരുടെ അന്വേഷണത്തെ ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് ബാധിക്കില്ല എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് ഈ അപകടം ഉണ്ടാകുകയും ഓഗസ്റ്റ് 8-ന് ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അവരെ തിരിച്ചെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ തിരികെ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതേസമയം ഇതിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു ആരോപണം ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ അതിൻ്റെ അലൈൻമെൻറ്റ് അടക്കമുള്ളവ അശാസ്ത്രീയമാണ് എന്നും അതിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തുടരന്വേഷണത്തിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. രജിത്ത്, ശരി, 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് സസ്പെൻഷൻ നീക്കിക്കൊണ്ട് തിരിച്ചെടുത്തിരിക്കുന്നത്. ഇവർ ജോലിയിൽ തിരികെ പ്രവേശിച്ചാലും അതിന്റെ അന്വേഷണത്തെ അത് ബാധിക്കില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം തുടരുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. എറണാകുളം ഇടക്കൊച്ചി പഷ്ണിത്തോട് പാലത്തിന് സമീപം റോഡിലെ കുഴിയിൽ സ്കൂട്ടർ വീണ് യുവതി റോഡിൽ തെറിച്ചു വീണു. തൊട്ടുപിറകിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിന്റെ CCTV ദൃശ്യം 24-ന് ലഭിച്ചിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഈ വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ കുഴി പെട്ടെന്ന് യാത്രക്കാരുടെ ശ്രദ്ധയിലേക്ക് പെടില്ല. ഈ അപകട സാഹചര്യം ഒരിടത്ത് മാത്രമല്ല, എത്രയോ ഇടത്തുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ വാർത്തകളിലൂടെയൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയതാണ്. പക്ഷേ അതിനൊന്നും പരിഹാരമില്ലാതെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് നിരാശാജനകമാണ്. ഇവിടെ ഒരു ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്താണ് സംഭവിച്ചത് അമൽ സുരേന്ദ്രൻ? ഏതായാലും പഷ്ണിത്തോട് പാലത്തിലാണ് ഇന്ന് വൈകിട്ട് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബന്ധു വീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഇരുചക്ര വാഹനത്തിന്റെ പിന്നിലിരുന്ന സ്ത്രീയാണ് റോഡിലെ കുഴിയിൽ വാഹനം വീണതിനെ തുടർന്ന് ഈ ഇരുചക്ര വാഹനത്തിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇവരുടെ കൈകാലുകളിലെല്ലാം കാര്യമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തൊട്ടു പിന്നിൽ വലിയ വാഹനങ്ങളൊന്നും ഉണ്ടാവാത്തതാണ് വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെ ഇവർ രക്ഷപ്പെടാനുണ്ടായ ഒരു കാരണം. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് അടിസ്ഥാനമായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. റോഡിലെ കുഴികളെക്കുറിച്ച് നിരന്തരമായ വാർത്തകൾ നമ്മൾ തന്നെ നൽകിയിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്ന് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഏതായാലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ ആ സമയത്ത് തന്നെ കൂടിയിട്ടുണ്ട്. മഴയുണ്ടായതും ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ ഒരു ആഘാതം കൂട്ടാനുള്ള ഇടയായും ആളുകൾ പറയുന്നുണ്ട്. TK. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ മഴ കൂടുതൽ ശക്തമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞ് അവിടെ കുഴിയുണ്ട് എന്ന് യാത്രക്കാർക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള അപകട കുഴികളായി നമ്മുടെ റോഡുകളിൽ നിരവധി ഇത്തരത്തിലുള്ള കുഴികളുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അത് വരണം, അതിന് പരിഹാരമുണ്ടാകണം, അല്ലെങ്കിൽ ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് അത് പോകും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്.
ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ സർക്കാർ ആദരിക്കും. ശനിയാഴ്ചയായിരിക്കും ചടങ്ങ്. പരിപാടിയുടെ ലോഗോ പ്രകാശനം നാളെ മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ തേടിയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എത്തിയത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഒന്നാകെ ഒരു അഭിമാന നിമിഷമാണ്. അതിലൊരു ആഘോഷ പരിപാടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ആദരിക്കൽ ചടങ്ങ് എന്നുള്ള നിലയിൽ സർക്കാർ കൂടി രംഗത്ത് വരികയാണ്. പരിപാടികൾ എങ്ങനെയായിരിക്കും ക്രമീകരിക്കുക? ലഭ്യമാകുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഉമേഷ് ബാലകൃഷ്ണൻ. എന്തായാലും മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ മോഹൻലാലിനെ സർക്കാർ ഔദ്യോഗികമായി ഒരു ആദരവ് നടത്താൻ പോകുന്നു. ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ ചടങ്ങ് നടക്കുക. ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ അടക്കമുള്ളവർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് വേദി നിലവിൽ നിശാഗന്ധിയിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇതിൽ തുടർ കലാപരിപാടികൾ അടക്കമുണ്ടാകും. എന്തായാലും ഈ ഔദ്യോഗിക ചടങ്ങുമായി ബന്ധപ്പെട്ട്, ഔദ്യോഗിക ആദര ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ ഈ ആദരവിൻ്റെ ലോഗോ പ്രകാശനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ വെച്ച് നടത്തുന്നുണ്ട്. നാളെ അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലായിരിക്കും തുടർ നടപടികൾ, എന്തെല്ലാം മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയെല്ലാം തീരുമാനിക്കുക. എന്തായാലും സർക്കാർ ഔദ്യോഗികമായി ഒരു ആദരിക്കൽ ചടങ്ങ് മോഹൻലാലിന് നൽകുന്നു. ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ ചടങ്ങ് നടക്കുക. ടി കെ രജത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏഷ്യ കപ്പ് ഫൈനലിന്റെ അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ പുറത്തു വരുന്ന വിവരം, പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഫർഹാനാണ് പുറത്തായിരിക്കുന്നത്. 57 റൺസ് എടുത്ത ഫർഹാനെ വരുൺ ചക്രവർത്തി പുറത്താക്കിയിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ കോലം കത്തിച്ച് പ്രതിഷേധം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് NSS കരയോഗം ഭാരവാഹികൾ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ജി സുകുമാരൻ നായരുടെ നിലപാടിന് പിന്നാലെ പല കരയോഗങ്ങളിൽ നിന്നായി പ്രതിഷേധങ്ങൾ, അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? വിവരങ്ങൾ എങ്ങനെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ? കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് സമാനമായ ഒരു NSS കരയോഗത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയിലെ കളത്തറയ്ക്കൽ 4968 നമ്പർ കരയോഗത്തിന് മുന്നിലായിരുന്നു ഈ പ്രതിഷേധം. അയ്യപ്പ ശരണം വിളിച്ചുകൊണ്ട് ഇവർ ഈ സുകുമാരൻ നായരുടെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതിൽ NSSനെ സമദൂരം പറഞ്ഞിരുന്ന NSSന്റെ നിലപാട് അത് സർക്കാരിൽ കൊണ്ട്, CPM-ൽ കൊണ്ട് സുകുമാരൻ നായർ കെട്ടിയിട്ടു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം സമാനമായ പ്രതിഷേധമാണ് തൊട്ട് സമീപത്തുള്ള മറ്റൊരു NSS കരയോഗത്തിൽ നടന്നത്. എന്തായാലും പ്രതിഷേധം ഈ NSS കരയോഗ ഭാരവാഹികൾ തന്നെയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഭാരവാഹികൾ തന്നെ നടപടിയെടുക്കില്ല. സമാനമായി തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഭാരവാഹികൾ ഈ ഒരു പ്രതിഷേധം നടത്തിയത്. ഇത്തരത്തിൽ വിവിധ NSS കരയോഗങ്ങൾ കേന്ദ്രീകരിച്ച് ഭാരവാഹികൾ തന്നെ സുകുമാരൻ നായർക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നെയ്യാറ്റിൻകരയിലാണ് ജി സുകുമാരൻ നായർക്കെതിരെ കോലം കത്തിച്ച് പ്രതിഷേധമുണ്ടായത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പിന്തുണച്ച് മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്ത്. സമുദായ അംഗങ്ങൾ സുകുമാരൻ നായർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് NSSനെതിരെ നീക്കം നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏതോ ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSSൽ നിന്ന് രാജിവെച്ചു. അപ്പോൾ ചോദിച്ചാൽ അവർക്ക് പോയി, അല്ല നമുക്കെന്താ? ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള 4 നായന്മാർ, ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSSൽ നിന്ന് രാജിവെച്ചു എന്ന് TV എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും NSSൽ നിന്ന് രാജിവെക്കുമെന്നാണോ? അല്ല, അവർക്ക് എന്തോ ആവശ്യം. അവരാരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ. TV പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്നും അവർ 4 പേര് നായന്മാരായിരുന്നും അവർ രാജിവെച്ചെന്ന്. അത് ജനറൽ സെക്രട്ടറിയോടല്ല, അത് അവർ NSSനെതിരാണ്. പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു. ഈ പത്തനംതിട്ടയിലാണല്ലോ NSSനെതിരായിട്ടുള്ള കേസുകളെല്ലാം. 250 രൂപ കൊടുത്ത് ഏത് അലവലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം, ആരുടെ പേരും എഴുതാം, ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ NSSനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ സജീവമാക്കുകയാണ്. അത് തുടരുകയാണ് കോൺഗ്രസ്. ഇടതുപക്ഷത്തോടുള്ള പിന്തുണ ശബരിമല വിഷയത്തിൽ മാത്രമാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സാമുദായിക സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമാണെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. അതിനിടെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഇന്നും ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. NSSന്റെ ഇടത് ചായ്വിൽ കരുതൽ വിടാതെയുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. NSSനോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലും അത് വ്യക്തം. സർക്കാരിനോടുള്ള പിന്തുണ അയ്യപ്പ സംഗമത്തിൽ മാത്രമാകും. NSSന്റെ ശരിദൂരം ഇടതുപക്ഷത്തിനൊപ്പമാകുമെന്ന വെള്ളം CPIM വാങ്ങിവെച്ചാൽ മതിയെന്നും രമേശ് ചെന്നിത്തല. NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഗവൺമെന്റ് എടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ആയിക്കോട്ടെ, അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എടുത്ത നിലപാട് സമദൂരമാണ്, അതിൽ മാറ്റമില്ല. സമദൂരത്തിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റമാവുള്ളേ? NSSനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളികളല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ.
സാമുദായിക സംഘടനകൾക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാമെന്ന് KC വേണുഗോപാൽ. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഇന്നും ബാനറുകൾ ഉയർന്നു. പത്തനംതിട്ടയിലും ഷൊർണൂർ നഗരത്തിലും സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ് ബാനർ ഉയർന്നത്. കൊടുമണ്ണിൽ കരയോഗം കെട്ടിടങ്ങൾക്ക് മുന്നിലും ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. 24 തിരുവനന്തപുരം. ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. പീഠങ്ങൾ കാണാതായി എന്ന ആരോപണം ഉന്നയിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു. ശബരിമലയിൽ സമർപ്പിച്ച സ്വർണ്ണപീഠം കാണാനില്ലെന്ന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ആറന്മുളയിലെ ഉൾപ്പെടെ ദേവസ്വം സ്റ്റോർ റൂമുകളിൽ അടിമുടി പരിശോധന. ഇതിനിടയിലാണ് വിജിലൻസ് സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരനെ ചോദ്യം ചെയ്തത്. ഈ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നിന്നും സ്വർണ്ണപീഠം കണ്ടെത്തിയത്. 2021 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ വാസുദേവന്റെ വീട്ടിലാണ് സ്വർണ്ണപീഠം സൂക്ഷിച്ചിരുന്നത്. വിവാദമായതോടെ വാസുദേവൻ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ ഏൽപ്പിച്ചു. ഇക്കഴിഞ്ഞ 13-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപീഠം സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയതെന്നും വിജിലൻസ് കണ്ടെത്തി. കോടതിയിലുള്ള കാര്യമായതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട്. ഈ 2019 വിഷയമായിരുന്നു. അപ്പോൾ അതും അന്വേഷിക്കാൻ അന്ന് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ SP വിജിലൻസിനെയാണ് ചുമതലപ്പെടുത്തിയത്. അത് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കൃത്യമായി അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണമുണ്ടാകും. സ്വർണ്ണപീഠം കണ്ടെത്തിയെന്ന് കാണിച്ച് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. 24 പത്തനംതിട്ട. മഞ്ഞൊരുക്കത്തിന്റെ സൂചന നൽകി ഗവർണർക്കൊപ്പം രാജ്ഭവനിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്ഭവന്റെ ത്രൈമാസിക രാജഹംസിന്റെ പ്രകാശന ചടങ്ങിൽ ഗവർണറുടെ അധികാരത്തെപ്പറ്റി പറയുന്ന ലേഖനത്തോട് ഗവർണറെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ശ്രദ്ധേയമായി. ലേഖനത്തിലെ അഭിപ്രായം സർക്കാരിൻ്റെതല്ല എന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് ഗവർണർ മൗനം പാലിക്കുകയായിരുന്നു. രാജ്ഭവനിലെ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമായി. സർവകലാശാല വിഷയങ്ങളിൽ ഇടഞ്ഞു നിന്ന ശേഷം മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നു എന്നതായിരുന്നു ത്രൈമാസിക പ്രകാശനത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന എന്ന നിർബന്ധം വെടിഞ്ഞ് ഗവർണറും സർക്കാരുമായി അടുക്കുന്നുവെന്ന് സൂചന നൽകി. എന്നാൽ രാജ്ഭവനുമായുള്ള അടുത്ത ബന്ധം വിയോജിപ്പുകൾ തുറന്നു പറയാൻ തടസ്സമല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. പ്രകാശനം ചെയ്ത രാജഹംസ മാസികയിൽ ഗവർണർ അധികാരത്തെക്കുറിച്ചുള്ള ലേഖനത്തിലെ ഉള്ളടക്കം സർക്കാർ നിലപാടിലെന്ന് പറയാൻ മുഖ്യമന്ത്രി മടിച്ചില്ല. ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. വിയോജിപ്പുകൾ അനുവദിക്കുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തും വിമർശനം ഒളിപ്പിച്ചു. രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജഹംസന് കഴിയട്ടെ. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെക്കുറിച്ച് ശശി തരൂരിനോട് ചോദിച്ചു മനസ്സിലാക്കിയെങ്കിലും മറുപടി പറയാൻ ഗവർണർ കൂട്ടാക്കിയില്ല. I am very much humbled and thankful to our matured Honorable Chief Minister having come to the Raj Bhavan and released our in-house journal, the first edition of the journal, Raj House. രാജ്ഭവനെ ജനങ്ങളുടെ സ്ഥാപനം എന്ന നിലയിൽ ലോക്ഭവനാക്കി മാറ്റണമെന്ന് ഡോക്ടർ ശശി തരൂർ MP ആവശ്യപ്പെട്ടു. ഇതിനോട് യോജിച്ച ഗവർണർ 2022 തന്നെ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും വിശദീകരിച്ചു. ചടങ്ങിൽ ക്ഷണമുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. 24 തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. SIR സുതാര്യമായി നടപ്പാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? SIR-മായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPM-ഉം അതേപോലെ കോൺഗ്രസും അടക്കമുള്ള
രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരേ നിലപാടാണുള്ളത്. മാത്രവുമല്ല ഇക്കാര്യത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ട് നിയമസഭയിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള നീക്കം. മാത്രവുമല്ല അത് കേന്ദ്ര സർക്കാരിനടക്കമുള്ള ഒരു മുന്നറിയിപ്പായി കൂടി നമുക്ക് കണക്കാക്കാൻ കഴിയും. നാളെ വീണ്ടും നിയമസഭ സമ്മേളിക്കുമ്പോൾ പ്രമേയമായി ഇത് പാസ്സാക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. SIR സുതാര്യമായി നടപ്പാക്കണം. മാത്രവുമല്ല തിടുക്കപ്പെട്ട് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസരനഷ്ടം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. അതിനപ്പുറത്തേക്ക് അതിലേതെങ്കിലും തരത്തിൽ കൃത്രിമത്വവും ഇടപെടലും ഉണ്ടാകരുത് എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും പ്രമേയം ഉൾക്കൊള്ളുക. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. SIR-നെതിരെ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കാൻ പോകുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സിറോ മലബാർ സഭ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നുവെന്ന പ്രസ്താവന ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണാജനകവുമാണ്. സർക്കാർ അനുശാസിക്കുന്ന വിധത്തിൽ ഭിന്നശേഷി നിയമനങ്ങളും ആവശ്യമായ ഒഴിവുകളും നികത്തിയിട്ടുണ്ട് എന്നുള്ള സത്യവാങ്മൂലം ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനും സുപ്രീം കോടതിക്കും നൽകിയിട്ടുണ്ട് എന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ധിക്കാരപൂർവമായ മറുപടിയാണ് ലഭിക്കുന്നതെന്നും സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തി. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, വിമർശനം ഉന്നയിക്കുന്നുണ്ട് സഭാ നേതൃത്വം. അത് പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ചില ആവശ്യങ്ങളുമായി മന്ത്രിയെ സമീപിക്കുമ്പോൾ ലഭിക്കുന്നത് ധിക്കാരപൂർവമായ മറുപടിയാണ് എന്നതടക്കം കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? വിവരങ്ങൾ എങ്ങനെയാണ് അമൽ സുരേന്ദ്രൻ? സീറോ മലബാർ സഭ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റ് ചില തടസ്സങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു. ഇതിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖാമൂലമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. ഇത് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെ ശക്തമായി വിമർശിക്കുന്ന നിലയിലാണ് ഈ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ഒരു പ്രസ്താവന ദുരുദ്ദേശപരമാണ് എന്നൊരു ആരോപണമാണ് ഈ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഭിന്നശേഷിക്കാർക്ക് ജോലി നൽകുന്നുണ്ട്, അവർ ജോലിയിൽ എടുക്കുന്നുണ്ട് എന്നൊരു പ്രസ്താവനയാണ് ഈ ഒരു സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പ്രകാരം സർക്കാരിനും സുപ്രീം കോടതിക്കും അടക്കം ഇതും സംബന്ധമായുള്ള രേഖകൾ നൽകിയിട്ടുള്ളതാണ്. സർക്കാരിന് വേണമെങ്കിൽ ഇത് പരിശോധിക്കാവുന്നതാണ്. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത് പല സാഹചര്യങ്ങളിലും പല വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും മാത്രമല്ല ഈ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ കോടതിയിൽ പൊയ്ക്കൂടൂ എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊരു ആരോപണവും ഈ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അവർ ഇത്തരത്തിലാണോ പ്രവർത്തിക്കേണ്ടത് എന്നൊരു ചോദ്യവും ഈ സഭയുടെ ഈ ഒരു മറുപടിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി പ്രത്യേകിച്ചും സ്വാശ്രയ വിഭാഗം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടെല്ലാം പല ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന സഭ നേരിട്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എതിരെ ഉന്നയിക്കുന്നതെന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. TK. ശരി, അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സിറോ മലബാർ സഭാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അമൽ സുരേന്ദ്രൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പാലക്കാട് മലമ്പുഴയിൽ അവശനിലയിലായ കാട്ടാന PT5 ചികിത്സയെക്കുറിച്ചുള്ള വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം തള്ളി ആനപ്രേമി സംഘം. മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആനയെ ബേസ് ക്യാമ്പിലെത്തിച്ച് ചികിത്സിക്കണമെന്ന് വനമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ആന ഇപ്പോഴും അവശനിലയിലാണെന്ന് സംഘം ആവർത്തിച്ചു. ആനയുടെ നിർണായക ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. PT5 കാട്ടാനയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ആദ്യം വാർത്ത നൽകിയത് 24 ആണ്. പിന്നാലെ വനം വകുപ്പ് നിരീക്ഷണവുമായി എത്തി ആനയ്ക്ക് ചികിത്സ നൽകി. നിലവിൽ കാട്ടാനയുടെ ഒരു കണ്ണിന് പൂർണ്ണമായും മറ്റ് കണ്ണിന് 70% തിമിരം ബാധിച്ചിട്ടുണ്ട്. നിലവിൽ കാഴ്ചാപരിമിതിയുള്ള PT5 മറ്റാനകൾ ചേർന്ന് ആക്രമിച്ചതോടെ PT5 മുതുകിലും കഴുത്തിലും വയറിലുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ മുറിവ് ഇപ്പോൾ ജീർണിച്ച് പുഴുവരിച്ച നിലയിലാണ്. എന്നാൽ വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ബോധപൂർവമായി PT5 ചികിത്സ നിഷേധിച്ചെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ആനപ്രേമി സംഘം
രംഗത്തെത്തിയിരിക്കുന്നത്. ആനയുടെ നില വഷളായി തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ വനമന്ത്രി AK ശശീന്ദ്രന് ഇമെയിൽ വഴിയും നേരിട്ടും ആനപ്രേമി സംഘം പരാതി നൽകിയിരുന്നു. ഒരു തവണ മയക്കുവെടി വെച്ച് ചികിത്സിച്ചിട്ടും ആനയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മാത്രവുമല്ല, നില കൂടുതൽ വഷളായി. വനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ചികിത്സ നിഷേധിക്കുന്നതായും ആനപ്രേമി സംഘം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ആനയെ പിടികൂടി വിദഗ്ധ ചികിത്സ നൽകുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിലെ മിടുക്കന്മാരായ ഡോക്ടർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ വളരെ പർവ്വതീകരിച്ച് വികാരപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണ് എന്ന് തോന്നും വിധത്തിലാണ് പ്രചരണം നടക്കുന്നത്. ഉത്തമ ബോധ്യത്തോടെയാണ് സംസാരിക്കുന്നതെന്നും മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ആനപ്രേമി സംഘം സെക്രട്ടറി ഹരിദാസൻ. നമ്മൾ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഈ വിഷയം അറിഞ്ഞ് 14/7 വനമന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകിയിരുന്നു. വനത്തിനകത്ത് ചികിത്സ നൽകിയാലും പ്രായോഗികമാവില്ല എന്ന് വനമന്ത്രിയെ നേരിൽ കണ്ട് ആനപ്രേമി സംഘം ബോധിപ്പിച്ചിരുന്നു. മന്ത്രിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം മന്ത്രിക്ക് എല്ലാം അറിയണമെന്നില്ല. ആനയുടെ ശരീരത്തിലെ മുറിവിൽ പുഴുവരിക്കുന്ന നിർണായക ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. നിലവിൽ അവശനിലയിലുള്ള കാട്ടാനയെ ഇനി കാട്ടിനകത്ത് വെച്ച് മയക്കുവെടി വെച്ച് ചികിത്സ നൽകുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പിൽ ആനയെ എത്തിച്ച് മതിയായ ചികിത്സ ഉറപ്പുവരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. വനം വകുപ്പിന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. മലപ്പുറം അടക്കാക്കുണ്ട് മാൻജോലയിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലാണ് 15 വയസ്സ് പ്രായമുള്ള പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഗൂഗിൾ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഗൂഗിൾ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണകാരണം സംബന്ധിച്ച് വനംവകുപ്പ് എന്താണ് വിശദീകരിക്കുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ഗൂഗിൾ? റിജിത്ത്, ഇന്നലെ വൈകിട്ടാണ് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആനയെ കണ്ടെത്തിയത് തന്നെ ചരിഞ്ഞ നിലയിൽ തന്നെയായിരുന്നു. അടക്കാക്കുണ്ട് മാൻചോലയിലെ 70 ഏക്കറിന് സമീപത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലായിരുന്നു ആനയെ കണ്ടെത്തിയത്. ഒരു ചെരിഞ്ഞ പ്രദേശമാണിത്. മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ആന വീണതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. തലച്ചോറിന് ക്ഷതമേറ്റിരുന്നു. ആ ക്ഷതമാണ് ഈ മരണകാരണം, മരിക്കാൻ കാരണം അല്ലെങ്കിൽ ആന ചാവാൻ കാരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ആനയുടെ ജഡം മറവ് ചെയ്തിട്ടുണ്ട്. മറ്റേ അസ്വാഭാവികതയൊന്നും ഈ ആന ചാവാനുള്ളതിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിൽ കാളികാവ് റേഞ്ചിന് കീഴിലാണ് ഈ സ്ഥലം വരുന്നത്. റിജിത്ത്, ശരി. ഗൂഗിൾ K വേണുഗോപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. ഏഷ്യ കപ്പ് ഫൈനലിലെ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ് എന്ന കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന് 3 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, നേരത്തെ 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 കടന്നതാണ്. പിന്നീട് തുടർച്ചയായി 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുകയായിരുന്നു. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന അപ്ഡേറ്റ് എങ്ങനെയാണ് അനിൽ? റീജത്ത്, മത്സരത്തിലേക്ക് ഫൈനലിലേക്ക് ഇന്ത്യ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. റീജത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസൊക്കെ പിന്നിട്ടതാണ് പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യ തുടർച്ചയായ 2 വിക്കറ്റുകൾ, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹിബ്സാദ ഫർദാനെയാണ് ആദ്യം പുറത്താക്കിയത്. 57 റൺസാണ് ഫർഹാൻ നേടിയത്. 38 പന്തിൽ 5 4 3 6 ഉൾപ്പെടുന്നതാണ് ഫൈനലിലെ ഏറ്റവും ക്ലാസി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് ഫർഹാന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സൈം അയ്യൂബിന് അദ്ദേഹം ഇത്തവണ ഡെക്ക് ഉണ്ടായില്ല എന്നത് മാത്രമാണ്. ഈ ടൂർണമെന്റിൽ മാത്രം 4 തവണ 0-ന് പുറത്തായതാണ്. പക്ഷേ സൈം അയ്യൂബിന് വലിയ സ്കോറിലേക്ക് പോകാൻ സാധിച്ചില്ല. 14 റൺസാണ് നേടാനായത്. മുഹമ്മദ് ഹാരിസ് 2 പന്തിൽ 0 റൺസ് എടുത്ത് പുറത്തായിരിക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് 3 വിക്കറ്റുകൾ നേടാൻ സാധിച്ചു. 3 വിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് സ്പിന്നേഴ്സിന് തന്നെയാണ്. വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു ബൗളറുടെ ഷോട്ട്, അതായത് ഹാർദിക് പാണ്ഡ്യയുടെ കുറവ് ആദ്യ 10 ഓവറിൽ കൃത്യമായി കണ്ടതാണ്. ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുമ്പോൾ ആദ്യ ഓവറിൽ തന്നെ എപ്പോഴും ഒരു വിക്കറ്റ് തരാറുണ്ട്. ഇല്ലെങ്കിൽ ആ പവർ പ്ലേ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇന്ത്യയെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിന് സാധിക്കുന്നില്ല. ജസ്പ്രീത് ബുംറയ്ക്ക് വലിയ രീതിയിൽ പ്രഹരമേൽക്കുക കൂടി ചെയ്തതോടുകൂടി ഇന്ത്യ ആദ്യ 10 ഓവറിൽ വലിയ രീതിയിൽ റണ്ണ് വഴങ്ങുകയാണ്. ഒപ്പം തന്നെ മികച്ചൊരു സ്റ്റാർട്ട് കിട്ടിയതോടുകൂടി ഫർഹാൻ ഇന്ത്യയുടെ സ്പിന്നർമാരെയും കടന്നാക്രമിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. 14 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 118 എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്കോർ. ഇനി ശേഷിക്കുന്ന 6 ഓവറിൽ അവർ പ്രതീക്ഷിക്കുന്ന
പ്രതീക്ഷിക്കുന്നത് ഒരു 180 മുകളിലുള്ള ഒരു സ്കോർ ആയിരിക്കും, അല്ലെങ്കിൽ 200 എത്താൻ തന്നെയായിരിക്കും. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അത്ര കണ്ട് സ്ട്രോങ് ആണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ എത്ര റൺ അടിച്ചാൽ പോലും അത് റിസ്ക് തന്നെയാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ഒരു 180 മുകളിലെ സ്കോറിലേക്കായിരിക്കും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇന്ത്യ ആവട്ടെ ഇനിയുള്ള 10 ഓവറിൽ പരമാവധി പിടിച്ചു കെട്ടി പാകിസ്ഥാനെ ഓൾ ഔട്ട് ആക്കുക, അല്ലെങ്കിൽ പരമാവധി റൺസ് പിടിച്ചു കെട്ടി ഒരു 180-നുള്ളിൽ 170-നുള്ളിൽ തന്നെ പിടിച്ചൊതുക്കാനായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സ്പിന്നർമാർ കളത്തിലേക്ക് വീണ്ടും മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നത് ഇന്ത്യക്ക് പ്രതീക്ഷയാവുന്നുണ്ട്. റീജിത. ശരി, അനിൽ വാസുദേവ് ക്ലാസിക് ഫൈനലിന്റെ അപ്ഡേറ്റ് പങ്കുവെക്കുകയായിരുന്നു. ഇന്ത്യ പാക് പോരാട്ടത്തിൽ പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. പാകിസ്ഥാന് 4ാം വിക്കറ്റും നഷ്ടമായിരിക്കുകയാണ്. നേരത്തെ മികച്ച തുടക്കം പാകിസ്ഥാന് കിട്ടിയതാണ്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസൊക്കെ പിന്നിട്ടതാണ്. പിന്നീട് തുടർച്ചയായി 3 വിക്കറ്റുകൾ നഷ്ടമാവുന്ന നിലയിലേക്ക് പോവുകയാണ്. ഇന്ത്യ മത്സരത്തിൽ കരുത്ത് തെളിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. തമിഴ്നാടിനെ നടുക്കിയ കരൂർ അപകടത്തിൽ മരണം 40ആയി ഉയർന്നിരിക്കുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട കരൂർ സ്വദേശി കവിനാണ് ഏറ്റവും ഒടുവിലായി മരിച്ചത്. 111 പേരാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അപകടത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. തമിഴക വെട്രിക്കഴകത്തിന്റെ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി കരൂർ വേലുച്ചാമിപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പ്രതീക്ഷിച്ചതിനും അധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ് വൻ ദുരന്തമായത്. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കരൂർ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തിയ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അതിവൈകാരികമായാണ് പ്രതികരിച്ചത്. கொடூரமான காட்சிகள் எல்லாம் தொலைக்காட்சியில் பார்த்தபோது எனக்கு மனசு கேட்கல, வீட்டில் இருக்கவே என்னால் முடியல. പോലീസ് മതിയായ സുരക്ഷയൊരുക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കുറ്റപ്പെടുത്തി. அரசாங்கமும் காவல்துறையும் பொதுக்கூட்டத்தில் நடைபெறுவதற்கு பாதுகாப்பு வழங்க வேண்டும். அதேபோல அரசியல் கட்சி தலைவர்களும் அங்கே குழுமிட கூட்டத்திற்கு ஏற்றவாறு தாங்கள் நடந்து கொள்ள வேண்டும். ദുരന്തത്തിന് പിന്നാലെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കരൂർ മെഡിക്കൽ കോളേജിലെത്തി. ഇനിമേൽ ഇതുമാതിരി വിപത്തുകൾ നടക്കக்கூடாது, அதற்கு இந்த அரசு മുഴു നടപടികൾ എടുക്കും. സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശൻ കരൂരിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 24 കരൂർ. കരൂർ ദുരന്തത്തിൽ TVKയുടെ ആരോപണങ്ങൾ തള്ളി തമിഴ്നാട് പോലീസ്. വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായിട്ടില്ല എന്ന് ADGP ഡേവിഡ്സൺ പറഞ്ഞു. ആളുകൾ അധികമാണെന്ന് TVK നേതാക്കളെ അറിയിച്ചിരുന്നെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്നും പോലീസ് കുറ്റപ്പെടുത്തുന്നു. വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമായിരുന്നു TVK മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് പോലീസ്. ആളുകൾ അധികമാണെന്ന് നേതാക്കളെ അറിയിച്ചിരുന്നു. 15 മീറ്റർ മാറി പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ കേട്ടില്ലെന്നും ADGP. ஒரு அட்லீஸ்ட் 50 மீட்டர்ஸ் பிஃபோர் திஸ் இந்த ஸ்பீக்கிங் பாயிண்ட்ல வச்சு பேசி சொல்லியிருக்கிறாரு. சரி, இங்க நிறுத்திக்கலாம், வேண்டாம், கூட்டம் ரொம்ப ஜாஸ்தியா இருக்குது, இங்க வச்சே பேசலாம்னு சொல்லிட்டு അതുക്കും அந்த ஆர்கனைசர்ஸ் മറുത്തിരിക്കാங்க. കുഴഞ്ഞു വീണവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത വിധമുള്ള ജനക്കൂട്ടമായിരുന്നു. പോലീസ് കൃത്യമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസുകൾ വന്നതെന്നും ADGP പറഞ്ഞു. 20 പേർക്ക് ഒരു പോലീസ് എന്ന നിലയിലാണ് സുരക്ഷ ഒരുക്കിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. 24 കരൂർ. കരൂരിൽ നടന്ന TVK സമ്മേളനത്തിലുണ്ടായ തിക്കും തിരക്കും ഒരു വൻ ദുരന്തമായി രൂപപ്പെട്ടതിന് പ്രധാന കാരണങ്ങളായത് 4 സംഭവങ്ങളാണ്. എന്താണ് അപകടത്തിലേക്ക് നയിച്ച ആ കാരണങ്ങൾ? എന്താകും വിജയുടെ രാഷ്ട്രീയ ഭാവി? ദളപതിയെ കയ്യാമം വെച്ച് പോലീസ് കൊണ്ടുപോകുമോ? ജിഷ്ണു രവീന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം ഇനി. തമിഴ്നാട് കരൂരിലെ TVK റാലിയിൽ നടന്ന വൻ ദുരന്തം തമിഴ് രാഷ്ട്രീയത്തെ കലക്കിമറിക്കുകയാണ്. 40 പേർ ഞെങ്ങി മരിച്ച അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 4 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് തിക്കും തിരക്കും ഉണ്ടാക്കിയ പരിഭ്രാന്തിയെ ഒരു വൻ ദുരന്തമാക്കി മാറ്റിയത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിജയ് ഉച്ചയ്ക്ക് 12 മണിക്ക് കരൂരിലെ ജനക്കൂട്ടത്തിന് മുന്നിൽ എത്തുമെന്നാണ് TVK പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വിജയ് എത്തിയത് വൈകുന്നേരം 7 മണിക്കാണ്.
12 മണിക്ക് എത്തുമെന്ന് കരുതി രാവിലെ 10 മണി മുതൽ തന്നെ ആളുകൾ കൂട്ടമായി കരൂരിലേക്ക് എത്തിയിരുന്നു. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ആൾക്കൂട്ടം ഒരു ജനസമുദ്രമായി. വിജയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ കറുത്ത ഗ്ലാസുകൾ അപകടത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഒരു നോക്ക് കാണാൻ വഴിയരികിൽ നിന്ന ആളുകൾക്ക് കറുത്ത ഗ്ലാസുകൾ കാരണം വണ്ടിക്കുള്ളിലുള്ള വിജയിയെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ മിക്കവാറും ആളുകൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങിയേനെ. എന്നാൽ നാമക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിജയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നാലെ കരൂരിലേക്ക് നീങ്ങി. മൂന്നാമത്തെ സംഭവം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അസ്മിത എന്ന 9 വയസ്സുകാരിയെ കാണാതായതാണ്. കുട്ടിയെ കാണാതായ വിവരം വിജയ് തന്നെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതോടെ ജനങ്ങൾ കൂട്ടമായി അങ്ങോട്ട് നീങ്ങി. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ജനങ്ങൾക്ക് ശ്വാസം മുട്ടി. വെള്ളം വേണമെന്ന് നടൻ വിജയിയോട് തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടു. തണ്ണികൊട് എന്ന് വിജയ് മൈക്കിലൂടെ സംഘാടകരോട് പറഞ്ഞു. ശേഷം വിജയ് തന്നെ കുടിവെള്ളക്കുപ്പികൾ ജനങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു. ആ വെള്ളക്കുപ്പികൾക്ക് വേണ്ടിയും ജനങ്ങൾ ഉന്തുകയും തള്ളുകയും ചെയ്തു. തിക്കും തിരക്കും ഉണ്ടാക്കിയ പരിഭ്രാന്തിയിൽ നിന്ന് അതൊരു അപകടമായി രൂപാന്തരപ്പെടുന്നത് 4ാമത്തെ സംഭവത്തോടു കൂടിയാണ്. വിജയെ കാണാൻ വേണ്ടി ആളുകൾ മരച്ചില്ലയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ആളുകളുടെ എണ്ണം കൂടിയതോടെ മരക്കൊമ്പ് മുറിഞ്ഞ് താഴെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് മുകളിലേക്ക് വീണു. ശേഷം ആളുകൾ പല വഴിക്ക് ഓടാൻ തുടങ്ങി. നിലത്തു വീണ ആളുകളുടെ ശരീരങ്ങൾക്ക് മുകളിലൂടെ ജനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടിത്തുടങ്ങി. ആൾക്കൂട്ടത്തിന്റെ കാൽച്ചുവട്ടിൽ നിരവധി പേർ അവസാന ശ്വാസം വലിച്ചു. വിജയെപ്പോലെ ഒരു രാഷ്ട്രീയക്കാരനായി രൂപാന്തരപ്പെട്ട സൂപ്പർ താരം പങ്കെടുക്കുന്ന പരിപാടിയിൽ കേവലം 15,000 പേർ മാത്രമേ വരൂ എന്ന യുക്തിയിലേക്ക് എങ്ങനെയാണ് TVK എത്തുന്നത് എന്നാണ് ആർക്കും ഇപ്പോഴും മനസ്സിലാകാത്തത്. 60,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മൈതാനത്ത് 15,000 പേരെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് TVK പോലീസ് അനുമതി വാങ്ങിയത്. അതിൽ കൗതുകകരമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നേരത്തെ പരിപാടിക്കായി TVK ആവശ്യപ്പെട്ടിട്ടും പോലീസ് നൽകാതിരുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കരൂരിലെ കർഷക മാർക്കറ്റാണ്, 2 ലൈറ്റ് ഹൗസ് റൗണ്ട് അബൌട്ട്. ഈ 2 സ്ഥലങ്ങളിലും തിക്കും തിരക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് പോലീസ് വേലുച്ചാമി മൈതാനത്തേക്ക് പരിപാടി മാറ്റാൻ ആവശ്യപ്പെട്ടത്. നേരത്തെ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചേനെ. ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുത്ത 40 പേർ മരിച്ചു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. വിജയെപ്പോലെ ഒരു പുതിയ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണത്. തളപതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ആളുകൾ ആകാംക്ഷയോടെ കാണുന്ന കാര്യം. കരൂരിലെത്തിയ മുഖ്യമന്ത്രി സ്റ്റാലിനോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറയില്ല എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത്. വിജയിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വണ്ടിയിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താകുമെന്ന് നന്നായി അറിയാവുന്ന ആളാണ് സ്റ്റാലിൻ. അറസ്റ്റ്, കോടതി, ജയിൽ ഇതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ ഒരു വിജയ് സിനിമ പുനർനിർമ്മിച്ചതുപോലെയാകും. അത് ഒടുക്കം ആർക്കാകും ഗുണമാവുക എന്നതാണ് ചോദ്യം. അത്തരമൊരു നീക്കം തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? പലവിധ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത് എന്തുതന്നെയായാലും അത് തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന സംഭവമാകും. ഇനി ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. കരൂരിലേക്ക് വരുന്ന വിജയുടെ വാഹനം പിന്തുടർന്ന് ബൈക്കിലെത്തിയ ആരാധകർ അപകടത്തിൽപ്പെട്ടു എന്നതാണ് വാർത്ത. നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടിയിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സൂരജ് സജി വിവരങ്ങളുമായി കരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണത്. ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ എന്താണ് സംഭവിച്ചത് സൂരജ്? TK അക്ഷരാർത്ഥത്തിൽ ഭാഗ്യം തുണച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് ഈ വാഹനം വരുന്നതിനിടയിലാണ്, ഈ ബസ് വരുന്നതിനിടയിലാണ് ഈ പിന്തുടർന്ന ബൈക്ക് യാത്രികരെത്തുന്ന ആരാധികർ ഈ ബസ്സിനെ പിന്തുടർന്നെത്തുകയും അവർ മുന്നിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നതൊക്കെ ദൃശ്യത്തിൽ കാണുന്നുണ്ട്. അതിനിടയിൽ മുന്നിൽ പോവുകയായിരുന്ന ബൈക്കിൽ പിന്നിൽ വരികയായിരുന്ന ബൈക്ക് തട്ടുകയായിരുന്നു. ഇതോടുകൂടി 2 വാഹനവും മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് വീഴുന്നു. പക്ഷേ ഈ ബസ്സിന്റെ ചക്രം, ഈ മുൻചക്രം ഈ ബൈക്കിന്റെ ചക്രത്തിൽ കയറുന്നത് കാണാം. പക്ഷേ ഇതിലുണ്ടായിരുന്ന ബൈക്ക് യാത്രകർക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ആശ്വാസകരവുമാണ്. പലപ്പോഴും വിജയ് എത്തുന്ന വേദിയിൽ ഇത്തരത്തിൽ ഈ ആരാധകരുടെ അതിരുകടന്ന ഈ ആഹ്ലാദ പ്രകടനവും ആവേശവും എല്ലാം പലപ്പോഴും അപകടത്തിന് ഇടയാക്കാറുണ്ട്. അതിന്റെ ഒരു നേർസാക്ഷ്യം എന്ന് പറയാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. TK ശരി, സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാമക്കൽ കരൂർ പാതയിലാണ് ഈ അപകടമുണ്ടായത്. ബസ്സിനടിയിൽപ്പെടാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ പുറത്തുവരുന്ന സങ്കടകരമായ ഒരു വാർത്ത. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വിഴിഞ്ഞം കോട്ടപ്പുറം സ്വദേശി ജെയ്സൺ, പുതിയതുറ സ്വദേശി ഷാനു എന്നിവരാണ് മരിച്ചത്. ഷാനു +1 വിദ്യാർത്ഥിയാണ്.
ജെയ്സൺ വിഴിഞ്ഞം കോട്ടപ്പുറം സ്കൂളിലെ +2 വിദ്യാർത്ഥിയുമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, വിവരങ്ങൾ. വൈകിട്ട് 7 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇരുവരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കാനുണ്ടായത്. വലിയ അപകടമാണ് ഉണ്ടായത്. എന്തായാലും അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരുടെയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. കോട്ടപ്പുറം സ്വദേശിയായ ജെയ്സൺ 17 വയസ്സാണ്. ഒപ്പം പുതിയതുറ സ്വദേശിയായ ഷാനു 16 വയസ്സാണ്. ഇരുവരും വിഴിഞ്ഞം കോട്ടപ്പുറം സെന്റ് മേരി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികളാണ്. ഇരുവരും ഒന്നിച്ച് ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. മൃതദേഹം ഇപ്പോൾ വിഴിഞ്ഞം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റിജിത്ത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 2 വിദ്യാർത്ഥികൾക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചേംബർ ഡേ പുരസ്കാരം വിതരണം ചെയ്തു. മാധ്യമ പുരസ്കാരം 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഏറ്റുവാങ്ങി. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസും കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമനും മുഖ്യാതിഥികളായി. പെരുവനം കുട്ടന്മാരടക്കം വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ പാകിസ്ഥാൻ തകർന്നടിയുകയാണ്. പ്രേക്ഷകർക്ക് അതിന്റെ സ്കോർ ബോർഡ് ഞങ്ങളുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. പാകിസ്ഥാൻ 8 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു. 134 റൺസ് എടുക്കുന്നതിനിടയിൽ 8 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. 17 ഓവർ പിന്നിട്ടിരിക്കുകയാണ്. നേരത്തെ മികച്ച പ്രകടനം, തുടക്കത്തിൽ പാകിസ്ഥാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിലും 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസൊക്കെ പിന്നിട്ടിരുന്നെങ്കിലും പിന്നീട് 34 റൺസ് എടുക്കുന്നതിനിടയിൽ ഏതാണ്ട് 7 വിക്കറ്റുകൾ പാകിസ്ഥാന് നഷ്ടമാവുന്നു. കരുത്ത് കാട്ടുന്നു ഇന്ത്യ. ഇതിന്റെ വിശദാംശങ്ങളടക്കം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കാം. പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.